കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഫെബ്രുവരി 2-ന് സംസ്ഥാനം ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വായ്പയെടുക്കാൻ മാർഗങ്ങളില്ലാതായതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. കഴിഞ്ഞ 5 ദിവസമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ്. 2500 കോടി രൂപ കൂടി വായ്പയെടുക്കാൻ അനുവദിക്കാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും അതും കേന്ദ്രം തടഞ്ഞതായി സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. കൂടുതൽ വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രബീന്ദ്രകുമാർ അഗർവാൾ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു. അടച്ചു തീർത്ത വായ്പയ്ക്ക് പകരമായി 2500 കോടി രൂപ എടുക്കാൻ ധനമന്ത്രാലയം സമ്മതം അറിയിച്ചെങ്കിലും അവസാന നിമിഷം അനുമതി തടയുകയായിരുന്നു. സുപ്രീം കോടതിയിലെ കേസാണ് ഇക്കാര്യത്തിൽ സർക്കാരിനെ വെട്ടിലാക്കിയത്. സാമ്പത്തിക അവഗണന നേരിടാൻ കേന്ദ്രത്തിനെതിരെ നൽകിയ കേസ് സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിനുള്ള വായ്പ കേന്ദ്രം തടഞ്ഞതെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത്. ഇതോടെ കേന്ദ്രത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി കൂടുതൽ വെട്ടിലായ അവസ്ഥയിലാണ് ബാലഗോപാലും സംഘവും. 25-നാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിനുശേഷമേ വായ്പയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളൂ. ട്രഷറിയിൽ ദിവസബാക്കിയായി 1.66 കോടി രൂപയില്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് താൽക്കാലിക വായ്പ ലഭിക്കും. കേരളത്തിന് 1644 കോടി രൂപയാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇതും കവിഞ്ഞ് പണമെടുക്കുമ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് ആകുന്നത്. വെയ്സ് ആൻഡ് മീൽസിന് തുല്യമായ 1644 കോടി കൂടി ഓവർ ഡ്രാഫ്റ്റായി എടുക്കാം. കേരളം ഇതിനകം ഏകദേശം 1300 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റിലാണ്. 14 ദിവസത്തിനകം വെയ്സ് ആൻഡ് മീൽസും ഓവർ ഡ്രാഫ്റ്റും ചേർന്ന തുക തിരിച്ചടച്ചില്ലെങ്കിൽ ട്രഷറി ഇടപാടുകൾ നിർത്തിവെക്കേണ്ടി വരും. ഇതുവരെ അനുവദിച്ചതിൽ 1000 കോടി രൂപ വായ്പയാണ് ഇനി എടുക്കാനുള്ളത്. കേന്ദ്ര നികുതി വിഹിതം ഈ ആഴ്ച ലഭിക്കും. ഇത് രണ്ടും ചേർത്ത് ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൊണ്ട് ബാധ്യതകൾ നിറവേറ്റാനാകില്ല. അതിനാൽ മാർച്ചിൽ ചെലവ് ചുരുക്കുകയേ നിവൃത്തിയുള്ളൂ. വൈദ്യുതി മേഖലയുടെ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം 4065 കോടി രൂപ അനുവദിക്കാനുണ്ട്. ഇതാണ് സാമ്പത്തിക വർഷാവസാനത്തിൽ സർക്കാരിന്റെ പ്രധാന പ്രതീക്ഷ. സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്ര നിബന്ധനകൾ പാലിക്കാത്തത് ഈ വായ്പയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ഇതിനായി പ്രതിപക്ഷ സഹകരണം തേടിയെങ്കിലും അതുണ്ടായില്ല. സാമ്പത്തിക പ്രതിസന്ധി കേരള സർക്കാർ ഉണ്ടാക്കിയ കുഴപ്പമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേന്ദ്രത്തിന് എല്ലാ രേഖകളും കൊടുത്തിട്ട് പണം കിട്ടുന്നില്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വൻകിട പദ്ധതികളുടെ പേരിൽ നടക്കുന്ന അഴിമതിയും ധൂർത്തും ധനപ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയെന്നും കുറ്റപ്പെടുത്തലുണ്ട്. വിഭവ സമാഹരണത്തിന് ഒരു നടപടിയും സ്വീകരിക്കാതെ കടമെടുപ്പിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിലും പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി സുദീർഘമായ കത്ത് നൽകിയാണ് തങ്ങൾ ഇത്തരമൊരു സമരത്തിനില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയത്.